നമസ്കാരം കണ്ണൂർ. നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ എങ്ങനെ ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകണം. ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? സെയിം ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കുന്നത്? പേരെന്താണ്? എവിടെ സ്ഥലം എവിടെയാണ്? പിണറായിലാണ്. അപ്പോൾ ഇപ്പം ഇവിടുന്ന് പർച്ചേസിംഗ് ആയിട്ട് വന്നതാണോ അല്ലെങ്കിൽ എന്താണ് പർച്ചേസ് ചെയ്യാൻ വന്നേക്കണേ? താമസം ഇപ്പം പിണറായി ഡെയിലി പോയിട്ട് വരുമോ? ശരിക്കും ഹോസ്റ്റലിൽ നിന്നുള്ള പരിചയമാണോ നിങ്ങളെല്ലാവരും? അപ്പോൾ ഇവിടെ ഗ്രീൻസിൽ സാധാരണ പർച്ചേസിങ്ങിന് വരുന്ന ഗ്രീൻസിൽ തന്നെയാണോ പൊതുവെ വരാറ്? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പർച്ചേസിങ് ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട്? സുഹൃത്തുക്കളൊക്കെ ഇവിടെ വരാറുണ്ടോ? ഫാമിലീസിനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടോ ഇവിടെ? അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഓക്കെ, നിങ്ങൾക്കൊരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സമയങ്ങൾ വേണ്ടി വരും. സ്ത്രീകൾക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ കാരണം നോക്കി കണ്ട് ഒരു അരമണിക്കൂർ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോഴത്തെ ടൈമായി കുറച്ച് സാധനങ്ങളായിരിക്കും പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു 5 മിനിറ്റാണ് നിങ്ങൾക്ക് സമയം തരുന്നത്. ഈ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഫ്ലോറിൻ്റെ ഉള്ളിൽ നിന്നും എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഓക്കെ, കുട്ടി ചെറുതും വലുതുമായിട്ടുള്ള എന്ത് സാധനങ്ങളും പർച്ചേസ് ചെയ്യാം. ഓക്കെ, 5 മിനിറ്റിന് ശേഷം പക്ഷേ നിങ്ങൾ 2 പേരും പോകേണ്ടത് 2 ദിശകളിലേക്കാണ് പോകുന്നത്, 2 സൈഡിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഒരു മനപ്പൊരുത്തം കൂടിയുണ്ട്. നിങ്ങൾ എടുക്കുന്ന സെയിം പ്രൊഡക്റ്റുകളാണെങ്കിൽ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവും. ബാക്കി വരുന്ന സാധനങ്ങൾ കൊണ്ട് ഇവിടത്തേക്ക് വരാം. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ കണ്ടില്ല ആ ഒരു ബോക്സിൽ ഒരു റേറ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ റേറ്റ് എത്രയാണെന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയത്തില്ല. പക്ഷേ ഗ്രീൻസിൻ്റെ മാനേജിങ് ടീമാണ് ഇതിൽ റേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ സെയിം പ്രൊഡക്റ്റിൽ ഔട്ടാവും. ബാക്കി വരുന്ന സാധനങ്ങൾ MRP റേറ്റ് നോക്കിയിട്ട് കൂട്ടി നോക്കും 2 ടീമിൻ്റെയും. ഓക്കെ, എന്നിട്ട് വരുന്ന റേറ്റ് നമ്മൾ അതിനുള്ളിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റിൻ്റെ ഉള്ളിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ചുമ്മാ ഒന്ന് മത്സരിച്ച് നോക്കാം. 5 മിനിറ്റ് സമയമാണ്. അപ്പോൾ റെഡിയാണല്ലോ? എത്ര വർഷത്തെ പരിചയമുണ്ടെന്നാണ് പറഞ്ഞേ? 6 മാസമായിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇവരാണ് ഇതിൽ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്പീഡ് എട്ടുപടിയൊന്നും എടുക്കണ്ട, നോക്കി മെല്ലെ എടുത്താൽ മതി. അതിൽ എത്ര റേറ്റ് എന്ന് വെച്ചാൽ ചിലപ്പം 5000 to 6000 ആയിരിക്കും, 4000 to 5000 ആയിരിക്കും. അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് റേറ്റ് നോക്കിയിട്ട് മാക്സിമം എടുക്കുക. കുഞ്ഞു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഗെയിം ആരംഭിക്കാൻ പോവാണ്. ഒന്നുകൂടി പേര് പറഞ്ഞോളൂ. ഇവർ 2 പേരാണ് മത്സരിക്കാൻ പോകുന്നത്. പ്ലസ് ഓർ മൈനസിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. മെല്ലെ പോയാൽ മതി. ഈ 2 ടീം, നമ്മുടെ ക്യാമറ ടീം നിങ്ങളുടെ കൂടെ വരും. 5 മിനിറ്റ് ആകുമ്പോൾ ഇവർ നിങ്ങളോട് പറയും 5 മിനിറ്റ് ആകും എന്ന് പറയുന്ന സമയത്ത് ആ സാധനം പ്രൊഡക്റ്റ് എടുത്തിട്ട് ഈ കൗണ്ടറിലേക്ക് വന്നാൽ മതി. ഓക്കെ, 5 4 3 2 1 0. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. 5 മിനിറ്റ് കൊണ്ട് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തോളൂ. ഓക്കെ.
5 മിനിറ്റിനുള്ളിൽ ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റായിട്ട് ഇവരുടെ വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ പ്രൊഡക്റ്റുകൾ, ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ MRP സെയിം പ്രൊഡക്റ്റുകൾ വരുന്നതാണ് ഗെയിം ഔട്ടാവും. ബാക്കി വരുന്ന പ്രൊഡക്റ്റുകൾ എത്രയാണെന്നുള്ളത് കൂട്ടി നോക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യം അനന്യല്ലേ ഇതെടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അനന്യ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ടോട്ടൽ റേറ്റാണ് നമ്മൾ നോക്കുന്നത്. സെയിം പ്രൊഡക്റ്റ് ആണെങ്കിൽ ഗെയിം ഒന്ന് ഔട്ടാവുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പ്രൊഡക്റ്റുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം, എത്രയാണ് റേറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3373 രൂപയുടെ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. മറ്റു കൂട്ടുകാർ, അടുത്ത കൂട്ടുകാർ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എത്ര റേറ്റ് ആണെന്നുള്ളതാണ് നോക്കേണ്ടത്. ശരിക്കും ഇവിടെ വന്നിട്ട് എന്ത് സാധനം പർച്ചേസ് ചെയ്തിരിക്കുന്നത്? കോഫി പൗഡറും അത് 2 കിലോ എടുത്തിട്ടുണ്ടോ? ഇല്ല, എടുത്തിട്ടുണ്ടോ? ഓക്കെ. കോഫി പൗഡറും പാൽപ്പൊടിയാണ് ഇവർ ഇവിടെ യഥാർത്ഥത്തിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. ഈ 2 സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവർ 2 പേരും ചേർന്നിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എത്രയാണ്? 6105 രൂപയുടെ സാധനമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നല്ല പർച്ചേസിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. 6105 രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ എത്രയാണ് റേറ്റ് എഴുതിയിട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് ടീം എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് ആണ്. നിങ്ങൾ 6105 രൂപക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ റേറ്റ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഈ റേറ്റ് നമ്മൾ നോക്കാൻ പോകും. അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത റേറ്റ് എങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന നല്ല സമ്മാനമുണ്ട്. ഇനി അല്ലെങ്കിൽ പോലും ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. ഓക്കെ, എന്തായാലും സാധാരണ ഇവിടെ തന്നെയാണ് വന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഒരു ആംബിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തു. 5 മിനിറ്റിനുള്ളിൽ 6105 രൂപയുടെ സാധനങ്ങൾ ഇവർ പർച്ചേസ് ചെയ്തു. ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത് 6000 to 6500 എന്നാണ് ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത്. 6000 to 6500 ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 6105 രൂപയുടെ സാധനങ്ങളാണ് ഇവർ പർച്ചേസ് ചെയ്ത്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ വിജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന ബമ്പർ സമ്മാനം. ഹാപ്പി അല്ലേ? 6105 രൂപയുടെ സാധനമാണ് ഇവർ പർച്ചേസ് ചെയ്തത് 5 മിനിറ്റ് കൊണ്ട്. ഞങ്ങൾ എഴുതിയിട്ടിരുന്നത് 6000 to 6500 ആണ്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പർച്ചേസിംഗ് ആണ്. ഇതെങ്ങനെ സാധിച്ചു? മാഗി മാത്രമേ ഔട്ടായിട്ടുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം കറക്റ്റ് ഒന്നും നിങ്ങളെ അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പർച്ചേസിംഗ് ആണ്. അതുകൊണ്ട് 6105 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തിട്ട് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ വന്നിരിക്കുന്നത് ഒരു കോഫി പൗഡറും അതുപോലെ തന്നെ ചെറിയ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഞങ്ങൾ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ വിജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു ആദ്യം, അത് കിട്ടുമെന്നുള്ള വിശ്വാസക്കുറവുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് തന്നെ സാർ നമുക്ക് ആദ്യം കൊടുക്കാം അല്ലേ? അപ്പോൾ ഇവർക്ക് 2 പേർക്കും ചേർന്നിട്ട് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് കേട്ടോ. ഇതാ, നിങ്ങൾക്ക് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇപ്പം തന്നെ സാധനം പർച്ചേസ് ചെയ്യാം. ഓക്കെ, 500 രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാം. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. കഴിഞ്ഞിട്ടില്ല. ഇതാ, അപ്പോൾ 2 പേർക്കും ചേർന്നിട്ടുള്ള മറ്റൊരു സമ്മാനം സാർ കൊടുത്തുള്ളൂ. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഇതിന്ന് പ്രതീക്ഷിച്ചിട്ടല്ലോ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നൊന്നും. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനമുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലല്ലേ താമസിക്കണേ, ഇപ്പോൾ അവിടെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇതാ, ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഗംഭീര സമ്മാനം. ഓക്കെ, 5 കിലോ അല്ലേ? 5 കിലോയുടെ കൈമാ ഗോൾഡ്. ഓക്കെ, സൂപ്പർ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. പർച്ചേസ് ചെയ്തോളൂ, ബാക്കി പൈസ കൂടി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. താങ്ക് യു. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ടീമാണ്. സാധാരണ ഗ്രീൻസിൽ തന്നെയാണോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറ്? ഞങ്ങൾ ബൾക്കായിട്ട് വാങ്ങേണ്ട സമയത്ത് ഗ്രീൻസിൽ തന്നെ വരാറ്. ഓക്കെ, ഒരുപാട് സൂപ്പർ മാർക്കറ്റ്, പ്രത്യേകിച്ചും ഈ പർച്ചേസിംഗ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു കുത്തകയാണ്. അത് ഒരുപാട് സമയം എടുത്തിട്ടാണ് പൊതുവെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പൊതുവെ പർച്ചേസ് ചെയ്യുക. ഒരു മറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടാവാം, പക്ഷേ ഇവിടെ ഗ്രീൻസ് ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജി എന്താണ്?
ഗ്രീൻസിൽ എന്തോ ഞങ്ങൾക്കൊരു ഫാമിലി ഫ്രണ്ട് പോലെ തന്നെയായി ഗ്രീൻസ്. പിന്നെ ഓഫർ ഞങ്ങൾക്ക് ഡെയിലി മെസ്സേജ് വരും. അതിൽ വാട്സപ്പിൽ മെസ്സേജ് വരും. അതിൽ ഞങ്ങൾക്ക് തോന്നുന്ന നല്ലൊരു അഫോർഡബിൾ റേറ്റിലുള്ള ഓഫർ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഓഫേഴ്സ് നോക്കിയിട്ടാണോ പൊതുവെ പർച്ചേസിങ്ങിനൊക്കെ അങ്ങനെ അങ്ങനെയില്ല, ബട്ട് സ്റ്റിൽ എന്നാലും നമ്മൾ ഓഫേഴ്സ്. പേരെന്താണ്? സന്ധ്യ. എവിടെ സ്ഥലം എവിടെയാണ്? പറശ്ശിനിക്കടവ്. പറശ്ശിനിക്കടവിലാണ്. നമ്മളിപ്പോൾ താമസം പള്ളിക്കുന്നാണ്. ശരിക്കും വീട് തറവാട് എന്ന് പറയുന്നത് പറശ്ശിനിക്കടവാണ് അല്ലേ? എന്തെങ്കിലും ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. എവിടെയാണ്? ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ശ്രീകണ്ഠാപുരം ഹയർ സെക്കൻഡറി. ഹയർ സെക്കൻഡറി. മോളുടെ പേരെന്താ? അഫ്രി. എത്രയിൽ പഠിക്കണം? 7th. എവിടെ പഠിക്കണേ? എങ്ങനെ ക്ലാസ്സൊക്കെ അടിയായിട്ട് പോകണം? സൂപ്പറായിട്ട് പോകണം. ഓക്കെ. സാധാരണ ഇവരുടെ കൂടെ പർച്ചേസിങ്ങിനൊക്കെ പങ്ക് ചേരാറുണ്ടോ? ആൾ കൂടുതലായിട്ടും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നായിരിക്കും പറയാം അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളുടെ സ്റ്റൈൽ അങ്ങനെയാണല്ലോ അല്ലേ? ശരി. അമ്മയുടെ പേരെന്താ? ഓക്കെ. മുന്നേ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. വീട്ടു ജോലി തന്നെ ധാരാളം ഉണ്ട് അല്ലേ? സീരിയലൊക്കെ കാണാറില്ലേ? ശരി. അപ്പോൾ അങ്ങനെ പർച്ചേസ് സാധാരണ ഈ ചില ഇഷ്ടങ്ങളുണ്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടങ്ങളുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഗ്രീൻസിലെത്തിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയണം. പ്രോഗ്രാമിൻ്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ്. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഈ ഫ്ലോറിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഓക്കെ. നമ്മളൊരു ബോക്സിലോ റേറ്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ രണ്ട് ഭാഗത്തേക്കാണ് പോകേണ്ടത്. നിങ്ങൾ രണ്ടുപേരും 2 ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഓക്കെ. അപ്പോൾ 5 മിനിറ്റ് സമയമാകുമ്പോൾ നമ്മുടെ ക്യാമറ ടീം സ്റ്റോപ്പ് പറയും. അതിനുശേഷം ഈ കൗണ്ടറിലേക്ക് വരാം. സാധനങ്ങൾ കൊണ്ട് ഇവിടത്തേക്ക് വരാം. സെയിം പ്രോഡക്റ്റുകൾ ഔട്ടാവും. ബാക്കി വരുന്ന പ്രോഡക്റ്റുകളുടെ MRP റേറ്റാണ് കൂട്ടി നോക്കുക. ഓഫർ റേറ്റ് അല്ല, MRP റേറ്റ് കൂട്ടി നോക്കിയിട്ട് ടോട്ടൽ റേറ്റ് കിട്ടുമല്ലോ. അത് നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന അതുമായി ഒരു താരതമ്യം ചെയ്തിട്ട് അത് കറക്റ്റ് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. അപ്പോൾ തുടങ്ങാം. സാധാരണ ഇങ്ങനെ ഗെയിം ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ശരി. അപ്പോൾ ഇത് 2 ട്രോളിയാണ്. അപ്പോൾ മോൾക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം. കൂടുതൽ എനിക്കൊന്ന് അമ്മമ്മയുടെ കൂടെ ആയിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കും പോയി. ശരി. ഈ ട്രോളി എടുത്തോളൂ ഞാൻ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യും. സാവധാനം പോയാൽ മതി. 5 മിനിറ്റ് സമയമുണ്ട്. മെല്ലനെ റേറ്റ് നോക്കിയിട്ടാൽ മതി. ഇതൊരു മനപ്പൊരുത്തം കൂടി നോക്കുന്നൊരു സംഭവമാണ്. കാരണം സെയിം പ്രോഡക്റ്റ് വന്നാൽ ഗെയിം ഒന്ന് ഔട്ടാവും. എല്ലാ പ്രോഡക്റ്റും ഔട്ടാവരുതേ. മനപ്പൊരുത്തേ ഉണ്ടാവും പാടില്ല. ശരി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കൗണ്ട് ഓൺ 5 4 3 2 1 0. മെല്ലെ പോയിട്ട് സാവധാനം ചെയ്താൽ മതി. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.
അമ്മ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ റേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം ടീച്ചർ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നോക്കും. സെയിം പ്രൊഡക്റ്റിൽ വരുന്നെങ്കിൽ അത് ഗെയിം ഔട്ടോ, ബാക്കിയുള്ള ടോട്ടൽ MRP റേറ്റാണ് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ റേറ്റ് എത്രയാണ് നോക്കാവേ. എന്തായാലും ഓട്സ് നല്ലതാണ്, കുഴപ്പമില്ല അല്ലേ? ഓട്സാണോ പൊതുവെ കഴിക്കാറ് രാത്രി? അത്യാവശ്യം ഓക്കെ. അപ്പോൾ ഓട്സ് കുഴപ്പമില്ല. അമ്മ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എത്രയായിരുന്നു? 3073. 3073 രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 3073 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തു അമ്മ. ഇനി ടീച്ചർ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. 3073 രൂപയുടെ സാധനം അമ്മ പർച്ചേസ് ചെയ്തു. വെറും 5 മിനിറ്റ് കൊണ്ടാണേ. പക്ഷേ ഇത് കുറച്ച് പ്രൊഡക്റ്റേ ഉള്ളെങ്കിലും നല്ല ഹൈലി റേറ്റുള്ള പ്രൊഡക്റ്റ് എടുത്തേക്കണം. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് 8033 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. മോക്ക് തലക്ഷണമായി കേട്ടോ. 5 മിനിറ്റ് കൊണ്ടാണ്. മാം കൂടുതലായിട്ട് നമുക്ക് വീട്ടിലേക്കുള്ള ഈ കഴിക്കേണ്ട സംഭവങ്ങളൊക്കെ ആകുമ്പം ടീച്ചർ പർച്ചേസ് ചെയ്തത് കൂടുതലും കോസ്മെറ്റിക് ഐറ്റംസ് ആണ് അല്ലേ? അതിനാ റേറ്റ് കൂടുതലും. ഓക്കെ, ഇനിയിപ്പോൾ വേണ്ടത് ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടെ ഒരു റേറ്റ് എഴുതിയിട്ടിട്ടുണ്ട്. ആ റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ റേറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഒരു റേറ്റ് എഴുതിയിട്ടിട്ടുണ്ട്. ആ റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. ടോട്ടൽ വന്നിരിക്കുന്നത് 8033 രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിലെ ജസ്റ്റ് മിസ്സാണ് കേട്ടോ. 8033 വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് സമ്മാനം തരാൻ പറ്റത്തില്ല. കുറച്ചുകൂടി എടുക്കായിരുന്നു അല്ലേ? ഒരു 5-6 കോസ്മെറ്റിക്സ് ഐറ്റംസ് കൂടി എടുക്കായിരുന്നു. പക്ഷേ മാം അല്ലേ, കോസ്മെറ്റിക്സിൻ്റെ ഒരു 3-4 ഐറ്റം കൂടി എടുത്തിട്ടുണ്ട്, കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് വന്നിരിക്കുന്നത് 8300 ടു 8600 ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 8033 രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇതിൽ മത്സരിച്ചില്ല. അതുകൊണ്ട് 2 പേർക്ക് ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനമുണ്ട്. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ നൽകുന്ന പ്രോത്സാഹന സമ്മാനം ഇതാ മാം. 2 പേരും ചേർന്ന് വാങ്ങിച്ചു. സുമിത് രാഘവ്, ടേക്ക് കെയർ.